ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് ട്രിപ്പ് വ്ളോഗിൻ്റെ രണ്ടാമത്തെ പാർട്ടാട്ടോ. ഇടാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ നമ്മളിതാ ഊര് എന്ന് പറഞ്ഞുള്ള ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജിലേക്കാട്ടോ പോകുന്നത്. അവിടെ നിന്നാണെങ്കിൽ ഇഷ്ടം പോലെ നടക്കാനുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ നടന്ന് ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ കുറേ സ്റ്റോർ ഉണ്ടായിരുന്നു. ഓരോ ഐറ്റംസ് ഉള്ള സ്റ്റോറായിരുന്നു കേട്ടോ. എന്താ പറയുക, ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ. മൺചട്ടി ആവട്ടെ, പിന്നെ ക്ലിപ്പ്, ബാൻഡ്, കോമ്പ്, അങ്ങനത്തെ ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ പോവാണ്. ഇവിടെ നിൽക്കുമ്പം എന്നൂര് ഹെറിറ്റേജ് വില്ലേജ് കാണാൻ പറ്റൂ കേട്ടോ. കുറേ ആൾക്കാർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് പേര് ലാസ്റ്റ് ആയിരുന്നു ഉണ്ടായത് കേട്ടോ. മെല്ലനെ നടന്ന് വരായിരുന്നു. അപ്പോൾ അത് അവിടെ ഒരുപാട് ഫാമിലീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് മെല്ലനെ പോകാൻ വിചാരിച്ച്. ഇവിടെയാണെങ്കിൽ നോസ്റ്റു ആയിട്ടുള്ള ഒരുപാട് മിഠായി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഇങ്ങനെ നോക്കായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളെ ബാക്കിയുള്ളവരവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. നമ്മൾ കുറച്ച് ലേറ്റായി പോയി. എനിക്ക് പിന്നെ തലവേദനയൊക്കെ ആയതുകൊണ്ട് മെല്ലനെ പോകാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇതാ ഇവിടെയുള്ള ഒരു ഹെറിറ്റേജ് വില്ലേജിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, പണ്ടത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടുപ്പും അതുപോലെ തന്നെ തൊട്ടിൽ, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ചെയർ, അവർ യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നോക്കി എക്സ്പ്ലോർ ചെയ്യലായിരുന്നു. ചെയറാവട്ടെ, അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അവർ പണ്ട് യൂസ് ചെയ്തിട്ടുള്ള ഒക്കെ നമ്മൾ നോക്കി. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അവരുടെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാം. അത് കണ്ടിരിക്കാൻ നല്ല രസമായിട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ നേരെ പോയി വേഗം ബസ്സിൽ ഓടിക്കയറിയിട്ടോ. കാരണം എനിക്ക് നല്ല തലവേദന എടുത്തിങ്ങനെ സൈഡായിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ബസ്സിലെത്താൻ മതിയായിരുന്നായിരുന്നു. എന്നിട്ട് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് സമയം ഒന്ന് ഉറങ്ങിയിട്ടോ. അപ്പോൾ ഉറങ്ങി എണീച്ചപ്പോൾ ആണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള സ്പോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പൊറോട്ടയും വെജ് കുറുമയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായത്. വെജ് കുറുമ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് അവിടെ തന്നെയുള്ളൊരു ഷോപ്പാണ്. അവിടുന്ന് എൻ്റെ ആമമാരൊക്കെ ഓരോ ഐറ്റംസൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കേട്ടോ. ഒരുപാട് ഐറ്റംസൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി. പിന്നെ നമ്മൾ ബസ്സിൽ കയറി വീണ്ടും ഞാൻ ഉറങ്ങി. അങ്ങനെ ഒരു പ്ലേസിലെത്തിയപ്പോൾ എണീച്ചു കേട്ടോ. നമ്മളെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് പ്ലേസാണ് അത്. കാരപ്പുഴ ഡാമാണ്, പ്ലസ് അഡ്വഞ്ചർ പാർക്കും കൂടി ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, അവിടത്തേക്ക് നമ്മൾ പോവാട്ടോ. അവിടെ ആണെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു പ്ലേസ് കാണാനാണെങ്കിൽ അടിപൊളിയാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്ലേസാണ്. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. റൈഡിന് കയറാനായാലും അവിടെ എക്സ്പ്ലോർ ചെയ്യാനും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആണെങ്കിൽ ഒരു 6 മണി 6:30 ആകുമ്പോൾ ക്ലോസ് ആവുകയും ചെയ്യും. നമ്മൾ ലേറ്റായിട്ടാട്ടോ എത്തിയിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ഈ ഒരു റൈഡ് ഞാൻ ഫസ്റ്റ് കണ്ടേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ടവർ ഉണ്ട് അവിടെ. അതിൻ്റെയൊന്നും പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒന്നിന് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ സിപ്പ് ലൈനും ഉണ്ട്. റൈഡ് എനിക്ക് കണ്ടപ്പോൾ അത് നല്ല ഇഷ്ടമായിട്ടോ. നല്ല രസമുണ്ട്. മേലൊക്കെ പോയിട്ട് പെട്ടെന്നൊന്ന് താവലാണ്. ഒരു അടിപൊളിയൊക്കെ ആയിരിക്കും അതിൽ കയറി കഴിഞ്ഞാൽ. അതിൽ കയറണം എന്ന് പിന്നെ ഉണ്ടായിരുന്നു. പിന്നെ കസിൻസും പറഞ്ഞു നമുക്ക് അതിൽ കയറാമെന്ന്. അപ്പോൾ അതിൽ കയറണം അങ്ങനെ വിചാരിച്ച് നിൽക്കായിരുന്നു. പിന്നെ ഈ ഒരു സൈഡിലാണ് കേട്ടോ സിപ്പ് ലൈന് വരുന്നത്. നമ്മൾ എന്നിട്ട് കുറച്ച് സമയം അവിടെ നിന്നു. വേറെയും ഒരു റൈഡൊക്കെ ഉണ്ട്, പക്ഷെ അതിൽ കിഡ്സൊക്കെ കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്ര പേടിക്കാനുണ്ടാവില്ല. പിന്നെ സിപ്പ് ലൈനിൽ ഞാൻ കയറിയില്ല കേട്ടോ. കാരണം നമ്മുടെ കൺമുന്നിൽ വെച്ച് കുറേ ആൾക്കാർ സ്റ്റക്കായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പേടിച്ചിട്ട് പിന്നെ അതിൽ കയറാൻ നിന്നില്ല. പിന്നെ ഈ ഒരു റൈഡിൽ കയറിയിട്ടോ ടവറിലത്തെ അതിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പിന്നെ നല്ല പേടിയായിട്ട് കൂക്കലും വിളിയായിരുന്നു. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഡാമിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് നടക്കാനുണ്ട് ഡാമിലേക്ക്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാറുണ്ട്. എനിക്ക് ആ ഒരു റൈഡിൽ കയറിയതിന് ശേഷം തലവേദന കുറഞ്ഞ പോലെ ഫീൽ ചെയ്തിട്ടാണ്. നല്ല തലവേദന എടുത്തിട്ടാണ് കയറിയത്. കയറുന്നതിന് മുന്നേ കൺഫ്യൂസ് ആയിരുന്നു, കയറണോ വേണ്ടിയോ, അഥവാ കയറിക്കഴിഞ്ഞാൽ വൊമിറ്റ് ചെയ്യുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. കാരണം നല്ല തലവേദന ഉണ്ടല്ലോ. പിന്നെ രണ്ടും കൽപ്പിച്ച് കയറിയതാട്ടോ. കാരണം നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ റൈഡിൽ കയറാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഭാഗ്യത്തിനൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. അങ്ങനെ നമ്മളിതാ ഡാമിൻ്റെ സൈഡിലോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫുള്ളായിട്ട് പോയിട്ടില്ല കേട്ടോ. നമ്മൾ പകുതിക്ക് വരെ
പോയിട്ട് അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. അങ്ങോട്ടേക്ക് പോകാൻ നിന്നില്ല, എല്ലാവരും പതിക്ക് നിൽക്കാട്ടോ ചെയ്തത്. ഇത് രണ്ടാൾക്കാർ ഇതേ ആ പുഴ സൈഡേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ ഇതാ എന്താ പറയുക, രാത്രി ആവാനായിട്ടുണ്ട്. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു. ഏകദേശം റൈഡും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാട്ടോ, കാരണം നമുക്കിനി വീട്ടിലേക്ക് പോകണ്ടേ. അപ്പോൾ ഏകദേശം എല്ലാവരും പോകാൻ തുടങ്ങിയിട്ടുണ്ട്, കാരണം അവിടെ റൈഡും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പായല്ലോ. അങ്ങനെ ഇതാ നമ്മളും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു ഷോപ്പുണ്ട്, എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ആ ഷോപ്പിൽ കയറി വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഷോപ്പിലേക്ക് പോയിട്ടാ. അവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചോക്ലേറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ വേറെ ഒന്നും വാങ്ങിയില്ല കേട്ടോ. എന്താ പറയുക, റിംഗ് കളക്ഷൻസും അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് വേഗം നമ്മൾ ബസ്സിലേക്ക് കയറിയപ്പം തന്നെ ഞാൻ വേഗം അവിടെ ഇരുന്നു. പിന്നെ കുറച്ച് എണീച്ചപ്പോൾ പിന്നെ എല്ലാവരും തുള്ളാൻ തുടങ്ങിയപ്പോൾ ഞാനും ഇടിച്ച് തുള്ളാൻ തുടങ്ങി കേട്ടോ. പാട്ടൊക്കെ വെച്ച് മൊത്തം വൈബൊക്കെ വെച്ചു, കാരണം ട്രിപ്പ് ലാസ്റ്റിലോട്ട് എടുത്തല്ലോ. അതുകൊണ്ട് എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസും പിന്നെ ബിരിയാണി ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. രണ്ടും കുറച്ച് കഴിച്ച്, എന്നിട്ട് പിന്നെ ജീരക മിഠായി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ, അതും കൂടെ കഴിച്ചിട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായത്. ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് സമയം ഒന്ന് പുറത്ത് നിന്ന് പിന്നെ നമ്മൾ നേരെ ബസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കുറച്ച് ആൾക്കാരും കൂടെ വരാനുണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മളവരെ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അനിയത്തിനെ അയച്ചിട്ട് ഒരു സിപ്പപ്പ് വാങ്ങിയിട്ട് വന്നിട്ടോ. ചിക്കോ ഫ്ലേവർ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ ഇതാ നമ്മൾ എന്താ പറയുക, നമ്മൾ ജേർണി ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ബസ്സിൽ പിന്നെ എല്ലാവരും സൈഡായി, എല്ലാവരും ഉറക്കും ഒക്കെ ആയിരുന്നു കേട്ടോ. ഞാനും നല്ലപോലെ കിടന്നുറങ്ങി. അങ്ങനെ എന്താ പറ്റാച്ചൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോട് ബൈ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വേണം കേട്ടോ. മൊത്തത്തിലൊരു അടിപൊളി ഡേ ആയിരുന്നു. നല്ല എൻജോയ്മെൻറ്റും അതിൻ്റെ കൂടെ തലവേദനയെടുപ്പും എല്ലാം കൂടി ഒരു അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.